അന്നത്തെ ഗവൺമെൻറ്റിൽ ഫോം ചെയ്തു. UDF ഗവൺമെൻറ് വന്ന് അന്നത്തെ ബഹുമാനപ്പെട്ട സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി ആയിരുന്ന ശ്രീ എം വി രാഘവൻ അദ്ദേഹം തിരിച്ചു അതേ വകുപ്പിലേക്ക് പോർട്ടും. പക്ഷേ നേരത്തെ ഞാൻ പോർട്ടിൽ ഹാർബർ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുമായിരുന്നു. ഇത് അദ്ദേഹം പോർട്ടിൽ വന്നിട്ട് ഫസ്റ്റ് എനിക്കൊന്ന് സ്വയറിൻ ചെയ്ത ആ ദിവസമാണോ രണ്ടാമത്തെ ദിവസമാണോ ഇങ്ങനെ ഒരാളുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അന്ന് പ്രൈവറ്റ് സെക്രട്ടറി ഡെസിഗ്നേറ്റ് ആയിട്ട് ഒരാൾ വന്നു, ഒരു സെക്രട്ടറിയേറ്റുള്ള സ്റ്റാഫ്. പുള്ളിയെടുത്ത് എൻ്റെ നമ്പർ തപ്പി വരാൻ പറഞ്ഞു. അപ്പോൾ ഞാനന്ന് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ആയിട്ട് കുറേ മലേഷ്യൻ എയ്ഡഡ് പ്രോജക്ട്സ്, റോഡ് പ്രോജക്ട്സിൽ വർക്ക് ചെയ്യുകയാണ്. അതെൻ്റെ ഒരു കപ്പ് ഓഫ് ടീ അല്ല, റോഡുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ സിവിൽ എഞ്ചിനീയറിംഗ് ആണല്ലോ എന്ന് പറഞ്ഞ് അതിനും ഒരു ഹിസ്റ്ററി പിറകെ ഉണ്ട്. അന്നത്തെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന ശ്രീ EK നായനാർ മലേഷ്യയിൽ പോയപ്പോൾ ഡെലിഗേഷനിൽ എനിക്കും പോകാൻ പറ്റി. അന്ന് അവിടെ പോയി അവിടുത്തെ മലേഷ്യൻ പ്രധാനമന്ത്രിയും PWD മിനിസ്റ്ററായിട്ടൊക്കെ സംസാരിച്ച് കുറേ റോഡ് പ്രോജക്ട്സ് അവരുടെ സഹായത്തിൽ ഇവിടെ ഡെവലപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ഒരു MOU എല്ലാം വച്ച് അതിൽ തിരിച്ച് വന്നപ്പോഴത്തേക്ക് എന്നെ അതിൻ്റെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ആക്കി റോഡ്സ് ആൻഡ് ബ്രിഡ്ജസിൽ അറ്റാച്ച് ചെയ്തു. അത് പക്ഷേ 2000 ഡിസംബറിലായിരുന്നു. 2001 ഇലക്ഷൻ വന്നു. അപ്പം മാറി ഒരു 4-5 മാസത്തിന് അതിന് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. 2001 ഈ ബഹുമാനപ്പെട്ട വന്ന് നിങ്ങൾ പഠിച്ചത് തുറമുഖമായിട്ട് ബന്ധപ്പെട്ടതല്ലേ എന്ന് എന്നെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ റോഡ്സ് ആൻഡ് അത് നിങ്ങൾ പഠിച്ച ഏരിയ അല്ലല്ലോ എന്ന് പറഞ്ഞു. നല്ല സാറാണ്, ഞാൻ റോഡ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പോയതാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇപ്പം കുറേ പ്രയോറിറ്റി ഇവിടെ തുറമുഖം എല്ലാം ഡെവലപ്പ് ചെയ്യണം, അതിൽ വിഴിഞ്ഞത്തിനാണ് പ്രയോറിറ്റി, ഈ ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ എൻ്റെ സ്റ്റാഫിൽ ഇങ്ങനെ ജോയിൻ ചെയ്യാൻ പറ്റുമോ? അങ്ങനെയല്ല ചോദിച്ചത്, കുറച്ച് അടുപ്പിച്ചാണ് ചോദിച്ചത്. ഇത്ര ഞാൻ സാർ ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. എന്നാൽ ശരിയെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈലുണ്ടല്ലോ, എന്നാൽ പോയിട്ട് എന്നത് പറഞ്ഞു. ഞാൻ ഇറങ്ങി വെളിയിൽ ബാക്കിയുള്ള സ്റ്റാഫ് ജോയിൻ ചെയ്യാൻ ചെയ്തതാണെന്നൊക്കെ ചോദിച്ചു. അവരെല്ലാം എന്നെ പറഞ്ഞു, അയ്യോ ഇങ്ങനെ സാറ് വിളിച്ചതല്ലേ, അങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ ഒന്ന് ആലോചിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ എനിക്ക് വളരെ പരിചയമുള്ളതും ഞാൻ വർക്ക് ചെയ്തതും അല്ലെങ്കിൽ ക്ലോസായിട്ട് ഈ റോഡ് പ്രോജക്ട്സിലൊക്കെ വർക്ക് ചെയ്ത് അന്നത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി PWD ഉണ്ട്, മിസ്റ്റർ ബാബു ജേക്കബ്. പിന്നെ അദ്ദേഹം ചീഫ് സെക്രട്ടറി ആയി കേരളത്തിൻ്റെ. ഞാൻ പുള്ളിയെ വൈകുന്നേരം പോയി കണ്ടിട്ട് ഇങ്ങനെ വിളിക്കുന്നു, ഞാൻ എന്ത് ചെയ്യണം, ഞാൻ റോഡ്സിൽ വർക്ക് ചെയ്യുന്നില്ല. അദ്ദേഹം ആലോചിച്ചിട്ട് ഉടനെ മിനിസ്റ്റർ വിളിച്ചതല്ലേ, അത് പോർട്ട് ഡെവലപ്പ് ചെയ്യണം എന്നുള്ളൊരു പോസിറ്റീവ് ആംഗിളിലാണല്ലോ വിളിച്ചത്, വേറെ ഒന്നും ആലോചിക്കേണ്ടതില്ല, നിങ്ങളുടെ പഠിച്ചതും ആ മേഖലയാണ്, ഇമ്മീഡിയറ്റ്ലി ജോയിൻ ചെയ്യാൻ പറഞ്ഞു. വീട്ടിൽ ചെന്നിട്ട് വീട്ടിലും കുറേ ഒബ്ജക്ഷൻസ് ആയിരുന്നു. ഈ മിനിസ്റ്ററുടെ കൂടെയൊക്കെ പോകുന്നത് എങ്ങനെ ഇരിക്കുന്നത്, MVRന്റെ കൂടെ പോകുന്നത്, MV രാഘവൻ അദ്ദേഹം CPM-ആയിട്ടുള്ള പ്രശ്നമുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്നത് എല്ലാവരും പേടി. എന്തിനാ, നമുക്ക് രാഷ്ട്രീയമായിട്ടൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പം പോകണ്ട, ഒരു വീട്ടിൽ ഭയങ്കര എതിർപ്പ് ഉണ്ടെന്ന് തന്നെ പറയാമായിരുന്നു. എന്നാലും ഈ ബാബു ജേക്കബ്സ് പറഞ്ഞ ഇത് മനസ്സിൽ വെച്ച് വിഴിഞ്ഞം പോർട്ടിന് ഡെവലപ്പ് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. എനിക്കും ഞാൻ ഓഷൻ എഞ്ചിനീയറിങ്ങിലാണ് എൻ്റെ MTech-ഉം PhD ഒക്കെ ചെയ്തത്. അപ്പം എന്തായാലും വയനാട് വെച്ച് കാണാം എന്നുള്ള രീതിയിൽ നെക്സ്റ്റ് ഡേ ഞാൻ എൻ്റെ CV കൊണ്ടുപോയി കൊടുത്ത്, സാർ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു. അതൊരു മെയ് മാസം 17-ാം തീയതിയോ 18-ാം തീയതിയോ ആയിരുന്നു. ഒരാഴ്ചക്കകത്ത് എനിക്കൊരു എന്നെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. ഞാൻ ജൂൺ 1 2001 ജോയിൻ ചെയ്തു. അങ്ങനെ ജോയിൻ ചെയ്ത് അപ്പോഴേ മിനിസ്റ്റർക്ക് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആരെ വേണോ പുൾ ചെയ്യാം. അങ്ങനെ ഞാൻ എൻ്റെ ലീൻ ഹാർബർ ഡിപ്പാർട്ട്മെൻറ്റിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്തത്. എൻ്റെ ആദ്യത്തെ മാൻഡേറ്റ് വിഴിഞ്ഞം എങ്ങനെയെങ്കിലും ചെയ്യുക. അന്ന് ഈ ബാബു ജേക്കബ്സ് പ്രിൻസിപ്പൽ സെക്രട്ടറി IAS, അദ്ദേഹം ക്യാപിറ്റൽ റീജിയൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ കൺവീനറും കൂടെ ആയിരുന്നു, PWD പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ക്യാപിറ്റൽ റീജിയൻ അന്നത്തെ റോഡുകൾ, ഇവിടെയുള്ള ചില അക്കുളം, വേളി, ടൂറിസ്റ്റ് വില്ലേജ്, ഇങ്ങനത്തെ കുറേ പ്രോജക്ട്സ്, ഐഡൻറ്റിഫൈഡ് പ്രോജക്ട്സ് ഡെവലപ്പ് ചെയ്യുന്നതാണ്. ഞാൻ ആണ് ആദ്യം കൺസൾട്ട് ചെയ്യാൻ പോയത്. സാർ ഈ വിഴിഞ്ഞം പോർട്ടിനെ ഡെവലപ്പ് ചെയ്യണം. ഇപ്പോൾ അത് നിലവിലെ തുറമുഖ വകുപ്പാണിത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു വകുപ്പ് കൈകാര്യം ചെയ്താൽ ഇതൊരു മൾട്ടി ഫേസറ്റഡ് പ്രോജക്റ്റാണ്. പല വകുപ്പുകളുടെയും ഏകോപനം അവിടെ ആവശ്യമുണ്ട്.
ഇതിന് ഫണ്ട്സ് ആവശ്യമുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പോയാൽ ശരിയാവുമോ എന്ന് ചോദിച്ചു. അപ്പം പുള്ളി ഉടനെ പറഞ്ഞു, ഞാൻ ക്യാപിറ്റൽ റീജിയൻ, ഇത് കോർപ്പറേഷൻ ലിമിറ്റ്സിൽ വരുന്നതാണ്, എനിക്ക് ഫണ്ട്സും ഉണ്ട്, ഞാൻ ഇതിനെ ഇങ്ങോട്ട് എടുക്കാം, നിങ്ങളുടെ ജയകുമാർ മിനിസ്റ്റർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊരു സ്പീഡ് കൂട്ടാൻ സാധിക്കുന്നു പറഞ്ഞു. ഞാൻ മിനിസ്റ്റർ അടുത്ത് പോയി പറഞ്ഞു, അതിനെന്താ അങ്ങോട്ട് മാറ്റിക്കൊള്ളൂ, ബട്ട് പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റും ഇതിൻ്റെ കൂടെ വർക്ക് ചെയ്യും. ഫോർ ഓൾ പ്രാക്ടിക്കൽ പർപ്പസസ് ഇംപ്ലിമെൻറ്റിങ് അതോറിറ്റി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ കൊണ്ടാക്കി. അദ്ദേഹം ഒരു ഗോ ഗെറ്റർ, ഒരു ടാസ്ക് മാസ്റ്ററാണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും എല്ലാം കൺട്രോൾ, ആരെ വിളിച്ചാലും ബാബു ജേക്കബ് സാർ പ്രിൻസിപ്പൽ സെക്രട്ടറി, മോർ ഓവർ സിവിൽ എഞ്ചിനീയർ, CET. അങ്ങനെ ഒരു ബന്ധമുണ്ട്. ആ ബന്ധമൊക്കെ ഞാൻ അവിടെ ചെന്നിട്ടാണ് മനസ്സിലാകുന്നത്. സിവിൽ എഞ്ചിനീയറിംഗ് അതേ കലാലയം, പുള്ളിയും ടോപ്പറാണ് യൂണിവേഴ്സിറ്റിയിൽ. അപ്പം അതേ കലാലയം അങ്ങനെ വന്ന് അപ്പോൾ ഒരേ വേവ് ലെങ്തിൽ സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഞാൻ സാർ ഇങ്ങനെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം, ഏത് രീതിയിലാണെന്ന് അത് നിങ്ങൾ ആദ്യം ഇത് ശരിയാക്കുന്നത്. പുള്ളി ഒരു നോട്ട് കൊടുത്ത്, ആ നോട്ട് അന്ന് മുഖ്യമന്ത്രിക്ക് കൊടുത്ത്, അന്ന് എനിക്ക് തോന്നുന്നു AK ആന്റണി സാറിനാണെന്ന് തോന്നുന്നു, അന്നത്തെ ചീഫ് മിനിസ്റ്റർ. അപ്പം ഈ വിഴിഞ്ഞത്തിന് ഇംപ്ലിമെൻറ്റേഷൻ ക്യാപിറ്റൽ റീജിയൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ കീഴിൽ കൊണ്ടാക്കി. പിന്നെ അതിൻ്റെ സ്പീഡങ്ങ് കൂടി. പക്ഷേ ഞാൻ മിനിസ്റ്ററുടെ ഓഫീസിൽ ഇരുന്നാലും ഞാൻ ആ 1-to-1 ബന്ധമാണ് ബാബു ജേക്കബ് സാറുമായിട്ട്, അല്ലാതെ മുന്നോട്ട് പോവില്ല. അപ്പം പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു അവരുടെ ഈ പറയുന്ന ഡയറക്ഷൻ, അദ്ദേഹത്തിന് സാറ് പറയുന്ന ഡയറക്ഷനിൽ വർക്ക് ചെയ്യുക, അതായിരുന്നു. അപ്പോൾ ഒരു IAS ഓഫീസറാണ്, ഇതിൻ്റെ കൺവീനറാണ്, തീർച്ചയായിട്ടും ഇതിനൊരു സ്പീഡ് കൂടി. അപ്പോൾ ആദ്യത്തെ തീരുമാനം എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ അഡ്വൈസറെ വയ്ക്കണം ഇതിൻ്റെ ഈ പ്രോജക്റ്റ് സ്ട്രക്ചർ ചെയ്യാനായിട്ടും. അങ്ങനെ ക്യാപിറ്റൽ റീജിയൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിന് വേറെ പലതിൻ്റെയും ട്രാൻസാക്ഷൻ അഡ്വൈസറായിരുന്ന ILNFS എന്നൊരു കമ്പനിയുണ്ട്, അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ റാമുണ്ട്, IIDC, അവരെ വിളിക്കുക എന്ന് പറഞ്ഞിട്ട് അവരെ വിളിച്ച് ട്രാൻസാക്ഷൻ അഡ്വൈസറായിട്ട് അവരെ ഏൽപ്പിച്ചു. ഈ പ്രോജക്റ്റും കൂടെ അവർ സ്ട്രക്ചർ ചെയ്യാൻ പറഞ്ഞു, ഏത് രീതിയിൽ വേണം. അവർ അനാലിസിസ് തുടങ്ങി, സ്റ്റഡീസ് തുടങ്ങി, അങ്ങനെ തുടങ്ങി. അതിന് ഇൻട്രാക്ഷനെല്ലാം പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട്. പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് അപ്പം ബാബു ജേക്കബ് സാർ വിളിക്കുന്ന മീറ്റിങ്ങിനെല്ലാം പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് പോവും. ഞാനും അൺഒഫീഷ്യലായിട്ട്, ബിക്കോസ് മിനിസ്റ്ററുടെ കൂടെ ഇരിക്കുമ്പം അങ്ങനെ ശരിക്കും പറഞ്ഞാൽ പ്രോട്ടോകോൾ വെച്ചിട്ട് പോകണം. പക്ഷേ ഞാൻ ടെക്നിക്കൽ ആളായതുകൊണ്ട് എൻ്റെ പഠിക്കാനായിട്ടുള്ളതും അല്ലെങ്കിൽ ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാനും കൂടെ പോകുമായിരുന്നു. അങ്ങനെ അതിൽ പോയി അതിൽ കുറേ നിർദ്ദേശങ്ങൾ കൊടുക്കാനും ഒക്കെ എനിക്ക് ഒരവസരം ഉണ്ടായി. ബാബു ജേക്കബ് സാർ എനിക്ക് സപ്പോർട്ട് ചെയ്തായിരുന്നു. അങ്ങനെ വന്ന് ഇതിനൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ടൊരു തീരുമാനമുണ്ടായി. അങ്ങനെ അതിനൊരു ടെൻഡർ വിളിച്ചു. ആ ടെൻഡറിൽ സെലക്റ്റഡ് പ്ലെയറായിട്ട് വന്നത് LNT റാംബോൾ. LNTയും റാംബോൾ ഡെൻമാർക്കിലൊരു കമ്പനി തമ്മിൽ ജോയിൻറ്റ് വെഞ്ചറുണ്ട്. ചെന്നൈയിലാണ് അവരുടെ ഓഫീസ്. അവർ ബിഡിങ് പ്രോസസ്സ് കൂടെയാണ് അവർക്ക് സെലക്ട് ചെയ്തു. അങ്ങനെ അവർക്ക് അവാർഡ് ചെയ്തു. അതൊരു കൺസോർഷ്യമായിരുന്നു. LNT റാംബോൾ, റോഗെ മറൈൻ ജർമ്മനി, LNT ക്യാപിറ്റൽ, പിന്നെ റാംബോൾ ഓഫ് ഡെൻമാർക്ക്, ഇങ്ങനെ 4 പേര് കൂടെ ചേർന്ന കൺസോർഷ്യം ഇതിനെപ്പറ്റി ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കാൻ തുടങ്ങി. അത് 2002 മറ്റാണ് അവാർഡ്. 2001 തുടങ്ങി, 2001 എൻഡിലോ അവാർഡ് ചെയ്തു. 2004 മാർച്ചിലായപ്പോൾ ഇവർ പ്രോജക്റ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു, ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട്. അതാണ് ഇതിൻ്റെ ബേസിക് ഡോക്യുമെൻറ്റ്. അന്ന് ഒരു ബ്രിക്ക് വാട്ടറിൻ്റെ കോൺഫിഗറേഷനും മോഡൽ ടെസ്റ്റുകളും അതെല്ലാം പൂർത്തിയായി. അത് വെച്ചിട്ടാണ് ഫസ്റ്റ് ബിഡിങ് അറ്റംപ്റ്റ് തുടങ്ങിയത്. ഓക്കെ. ഈ